ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് വെച്ചൊരു സ്വീറ്റ് ഉണ്ടാക്കിയതാണ്. വളരെ സോഫ്റ്റും വായിലിട്ടാൽ അലുത്തു പോകുന്നതുമായ ബീട്രൂട്ട് സ്വീറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്കിത് ഉണ്ടാക്കുന്നത് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ബീട്രൂട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നതിന് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബീട്രൂട്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മിക്സിയിൽ അടിക്കേണ്ടത് കൊണ്ട് നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയാണ്. ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ച് ഒഴിച്ചെടുക്കാം. നല്ലതുപോലെ ഇതിലെ ജ്യൂസ് മുഴുവൻ നമുക്ക് അരിച്ചെടുക്കാം. അരിപ്പയിൽ കൂടി ആ ജ്യൂസ് മുഴുവൻ നമ്മൾ അരിച്ചെടുത്തിരിക്കുകയാണ്. ഈ ജ്യൂസ് നമുക്ക് മാറ്റി വെക്കാം. ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. ഈ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് ഇളക്കിയെടുക്കാം, ഒട്ടും കട്ടയില്ലാതെ. നല്ലതുപോലെ ആ കോൺഫ്ലവർ നമ്മൾ കുറച്ച് ബീട്രൂട്ട് ജ്യൂസിലൊന്ന് കലക്കിയെടുത്തിരിക്കുകയാണ്. ഒന്നിച്ചൊഴിച്ചാൽ കട്ട കെട്ടും. ഇപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ആ കട്ടയെല്ലാം ഉടച്ചെടുക്കാൻ പറ്റും. ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് കുറേശ്ശെ ഇതൊഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. ഒന്നും കൂടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആ ബീട്രൂട്ട് മിക്സ് നമ്മൾ കോൺഫ്ലവർ എല്ലാം കട്ടയില്ല നല്ലതുപോലെ ഇതിൽ കലക്കി എടുത്തിരിക്കുകയാണ്. ഒരു കട്ടിയുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ മിക്സ് കുറുകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം നല്ല ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുറുകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ചെറുകെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയെല്ലാം ഇതിൽ നല്ലതായിട്ട് അലിഞ്ഞു ചേരണം. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ ലൈം ജ്യൂസും പഞ്ചസാരയും എല്ലാം ബീട്രൂട്ട് ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പാനിൻ്റെ സൈഡിൽ നിന്ന് വിട്ടു വരുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ പരുവം. ഫ്ലെയിം നമുക്ക് ഇച്ചിരി കൂട്ടി വെക്കാം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കാം. സൈഡിൽ നിന്ന് വിട്ടു വരുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ചേർക്കാം. ഇതിപ്പം ഞാൻ ആവശ്യത്തിനേ ചേർത്തിട്ടുള്ളൂ. കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു ചേർന്ന് ഈ ബീട്രൂട്ട് സ്വീറ്റ്സ് നല്ലതുപോലെ കുറുകി വന്നിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നെയ്യ് തടവിയ ഒരു ഡിഷിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ അത് തണുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെച്ച് ഒരു 3 മണിക്കൂർ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം.
3 മണിക്കൂർ കഴിഞ്ഞു. നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ സ്വീറ്റ് ഇരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ പൗഡേർഡ് ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.